കട്ടപ്പന വള്ളക്കടവിൽ തെരുവുനായുടെ അക്രമം. വള്ളക്കടവ് ചിറക്കപ്പറമ്പിൽ അരുണിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. രണ്ട് കൈക്കും നെഞ്ചത്തുമാണ് കടിയേറ്റിരിക്കുന്നത്. അരുണിനെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏലച്ചെടിക്ക് മരുന്നടിക്കാൻ യന്ത്രസാമഗ്രികൾ എടുക്കുന്നതിനിടയിലാണ് അരുണിനെ തെരുവുനായി ആക്രമിച്ചത്. 10ഓളം കടിയേറ്റു. വള്ളക്കടവിലെ അരുണിന്റെ പഴയ വീട്ടിൽ വെച്ചാണ് തെരുവുനായി ആക്രമിച്ചത്. രാവിലെ മരുന്നടിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലോട്ട് പോയതാണ്. നേരം ഹോസ് എടുത്ത് പറമ്പിക്കൊണ്ട് വെച്ച് മോട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നപ്പോൾ പട്ടി വന്ന് കടിക്കുന്നത്. ഹോസ് തോട്ടത്തിൽ വെച്ചതിന് ശേഷം മോട്ടോർ എടുക്കാൻ എത്തിയപ്പോഴാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിന് ശേഷവും കടിവിടാതെ കടിച്ചു കിടന്ന നായയിൽ നിന്നും അരുണിനെ പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരുന്ന സഹപ്രവർത്തകരാണ് രക്ഷപ്പെടുത്തിയത്. അരുൺമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കട്ട് ഇന്ന് രാവിലെ ആക്രമിക്കുന്നത്. ഞാൻ അവിടെ ജോലി ചെയ്യാനായിട്ട് വന്നതാണ്. ജലത്തിന് മരുന്നടിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓസ് ഇതെല്ലാം എടുത്ത് പറമ്പിക്കൊണ്ട് വെച്ച് മോട്ടർ എടുക്കുന്ന സമയത്താണ് ഒരു പട്ടി ഓടി വീടിന്റെ പുറകെ കൂടെ വന്ന് ഈ മോട്ടർ മുറിക്കാതിരിക്കുക ഇതാ കയറുന്ന സമയത്താണ് നേരെ വന്ന് ആക്രമിക്കുന്നത്. അപ്പോൾ പേടിച്ചു പോകുന്ന രീതിയിലുള്ള ആക്രമണമാണ് നടന്നത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ കുറെ മാസങ്ങളായിട്ട് ഈ തെരുവുനായ ശല്യം വളരെ കൂടുതലാണ്. രാത്രികളിലൊക്കെ ഈ പട്ടി കിടന്ന് കോരിക്കുകയും ഭയങ്കര എല്ലാ സ്ഥലത്തും അത് ആ ഒരു സ്ഥിതിയാണുള്ളത്. പ്രദേശത്ത് നാളുകളായി തെരുവുനായ് ശല്യം രൂക്ഷമാണ്. സ്കൂൾ കുട്ടികളടക്കം ഭീഷണിയിലുമാണ് ഇതുവഴി കടന്നു പോകുന്നത്. തെരുവുനായ് ശല്യത്തിന് പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിന്റെ പ്രതിഫലനമാണ് ഇന്നത്തെ ആക്രമണം. പരിക്കേറ്റ അരുണിനെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.